നിങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ വന്നൊരു ദിവസം പറയുന്നു, സ്വഹാബാ ഇന്നി റഅയ്തുൽ ബാരിഹത അജബാ, ഇന്നലെ ഞാൻ ഒരു അത്ഭുതം കണ്ടു. അയാൾ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. ശൈത്താന്മാരൊന്നായിട്ട് അയാളെ പൊതിഞ്ഞിട്ടുണ്ട്. ഫജാഅ ദിക്റുല്ലാഹ്, അയാൾ വലിയ ദിക്ർ ചൊല്ലുന്ന മനുഷ്യനാണ്. ആ ദിക്റിന്റെ കാരണം കൊണ്ട് ശൈത്താന്മാരിൽ നിന്ന് അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തി. ശൈത്താന്മാര് വന്നത് അയാളെ ഈമാന് വസ്വാസാക്കാനാണ്, ഈമാനിൽ നിന്ന് അയാളെ പിറകോട്ട് കൊണ്ടുപോകാനാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തൊരു സംഭവമാണ്. അല്ലാഹുക്ക് വേണ്ടി ചൊല്ലുന്ന ദിക്ർ മുന്നോട്ട് വന്നപ്പോ ശൈത്താന്മാര് മാറിപ്പോയി. ദിക്ർ ചൊല്ലിയാൽ ശൈത്താൻ ഓടിപ്പോകും. ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിക്കുന്ന ഘട്ടത്തില് മഹാനവർകൾ രാത്രി സമയത്ത് കൂടെ താമസിക്കുന്ന ബാപ്പയും ഉമ്മയൊക്കെ ഇമാം നബി റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി വന്ന് ആ പാഠശാലയുടെ ഒരു ഭാഗത്ത് ഉറങ്ങുന്നുണ്ട്. ഇമാം നബി റളിയല്ലാഹു അൻഹു രാത്രി എഴുന്നേറ്റ് പതുക്കെയല്ല, നല്ല ഉറക്കയുമല്ല, ഒരു മീഡിയം ലെവലിൽ ദിക്ർ ചൊല്ലുകയാണ്. മഹാനവർകൾ പറയാണ്, ഞാൻ കണ്ടു അപ്പുറത്തുള്ള കുളത്തിൽ നിന്ന് ഒരാള് കാലും കൈയും ഒക്കെ തേച്ച് കഴുകി കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരാൾ എന്റെ അടുത്തേക്ക് പതുക്കെ ഇങ്ങനെ നടന്നു വരുന്നു. എന്നിട്ട് എന്നോട് പറയുന്നത്, നീ ദിക്ർ ചൊല്ലരുത് എന്നാണ്. ഞാൻ ചിന്തിച്ചു, ദിക്ർ ചൊല്ലരുത് എന്ന് ഏതായാലും നല്ല ആൾക്കാർ ഉപദേശിക്കൂല. ദിക്ർ ചൊല്ലിയാൽ അപ്പുറത്ത് ഉറങ്ങുന്ന ആളുകളുടെ ഉറക്കം ശല്യായി പോകും. ശല്യാകാനുള്ള ശബ്ദത്തിൽ മാനവിധങ്ങൾ ചൊല്ലുന്നില്ല. അതല്ലേ രസം. പറ്റ ഉറക്കുകയല്ല, എന്നാ പറ്റ പതുക്കുകയല്ല, ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ ചൊല്ലാണ്. അതാർക്കും ശല്യാകൂലല്ലോ, അങ്ങനെ ചൊല്ലാണ്. അപ്പൊ ഇയാള് വന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ഒരാൾ വന്നിട്ട് പറയാൻ ദിക്റല്ലരുത്, അപ്പുറത്ത് ഉറങ്ങുന്ന ആളുകൾക്ക് വലിയ ശല്യാകും. അത് കേട്ടപ്പോ എനിക്ക് തോന്നി ദിക്ർ മുടക്കാൻ വേണ്ടി വന്ന ശൈത്താനാണോ. ഉടനെ ഞാൻ ചോദിച്ചു, നീ ശൈത്താനാണോ എന്ന് ചോദിച്ചു. ഇബിലീസാണോ എന്റെ ദിക്ർ മുടക്കാൻ വേണ്ടി വന്ന ഇബിലീസാണോ എന്ന്. രാത്രിയാണ്, നട്ടപ്പാതിരാക്കാൻ, നട്ടപ്പാതിര നേരത്തും വലിയ കാവലാണ് ദിക്ർ. അത് നമ്മളെ ആൾക്കാർക്കൊക്കെ ബോധ്യപ്പെടും. ഇപ്പൊ ഇവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോ നാട്ടിലൊന്നും വെളിച്ചൊന്നും കാണുന്നില്ല, പുരയൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ ചെറിയ മൊബൈലിന്റെ വെളിച്ചമുണ്ട്. എവിടെന്നെങ്കിലും ഒരു ഒച്ചപ്പാടുണ്ടായാൽ മതി, അപ്പൊ തന്നെ ഉറക്കം ചൊല്ലിപ്പോകും സല്ലല്ലാഹു അലാ മുഹമ്മദ്. അത് പേടിച്ചിട്ടുള്ള ദിക്റാണ്. അർച്ചനെ ഈ ദിക്റിന്റെ കാവലോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുരയൊക്കെ എത്തിച്ചേരണോ. അത് ആ ദിക്റിന്റെ ഇഖ്ലാസിന് വേണ്ടി ചൊല്ലല്ലോ, ഒരു കാവലിന് വേണ്ടി ഇങ്ങനെ ചൊല്ലാണ്. കാവല് കിട്ടും. പക്ഷെ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അവരെ ദിക്ർ ആ ശബ്ദത്തിനേക്കാൾ ഉറക്കായി പോകും. അത് പേടിന്റെ ഊക്കൊണ്ട് ശബ്ദം കൂടാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു ഈ വന്ന മനുഷ്യൻ ദിക്ർ ചൊല്ലരുത് എന്ന് പറഞ്ഞപ്പോഴേക്കെന്നെ മനസ്സിലായി ദിക്ർ മുടക്കാൻ വേണ്ടി വന്ന ആളാണ്. ഉടനെ ചോദിച്ചു, ശൈത്താനാണോ. ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോഴേക്ക് ആ മനുഷ്യൻ പതുക്കെ അങ്ങനെ നീങ്ങിപ്പോയി. പിന്നെ എനിക്ക് ശൈത്താനാണെങ്കിലും ഒന്ന് റെഡിയാക്കണം എന്ന് ഞാൻ കരുതി. മഹാനവർകൾ പറയാണ്, അപ്പുറത്ത് കിടക്കുന്ന വാപ്പയെയും കുടുംബക്കാരെയൊക്കെ ഞാൻ വിളിച്ചുണർത്തി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ രൂപമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നു, കാണാൻ നല്ല അഴകുണ്ട്. ആ കുളത്തിൽ നിന്ന് കയ്യും കാലും തേച്ച് കഴുകി എന്റെ അടുത്ത് വന്നിട്ട് ദിക്ർ ചൊല്ലരുത് എന്ന് പറഞ്ഞു. ഉറങ്ങുന്ന ആൾക്കാരെ ഉറക്ക് സ്വീപ്പായി പോകും, ദിക്ർ ചൊല്ലരുത് എന്ന് ഞാൻ ചോദിച്ചു, ശൈത്താനാണോ. എല്ലാവരും കൂടി തെരഞ്ഞു നോക്കി. അപ്പൊ വാതിലും ഗേറ്റൊക്കെ ശരിക്കും പൂട്ടിയിട്ടുണ്ട്, ഒന്നും തുറന്നിട്ടില്ല. പിന്നെ അവർ തീരുമാനിച്ചു, ഇമാം നബി തങ്ങളെ സഹായിക്കാൻ വേണ്ടി അങ്ങ് ദിക്ർ ചൊല്ലാന്ന്. ഉറങ്ങുന്ന ആൾക്കാരും കൂടി എണീറ്റിരുന്നിട്ട് സുബ്ഹി വരെ ദിക്ർ ചൊല്ലി. ശൈത്താനെങ്ങാനും വരാണ് ദിക്റിനോട് ഓടിയാണ് പോകും. യഥാർത്ഥ ദിക്ർ ചെല്ലുന്ന ആളുകളെ ശൈത്താനെ പേടിയാണ്. യഥാർത്ഥ ദിക്റിന്റെ ശരിക്കും മധുരം അനുഭവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നോക്ക്, ശൈത്താന്മാർ ഒരാളെ പിടികൂടിയ ചിത്രമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണുന്നത്. ശൈത്താന്മാർ അയാളെ പിടികൂടിയിട്ട് എന്താ ചെയ്യുന്നത്? അയാളെ ഖൽബിൽ അല്ലാഹു നൽകിയ ഈമാൻ അവർ പിടിതെടുക്കാൻ പോവുകയാണ്, വസ്വാസ് ഉണ്ടാക്കുകയാണ് അയാളെ ഖൽബില്. ഇപ്പൊ ഈമാനിൽ നിന്ന് അയാൾ തൽക്കാലം ഊരിപ്പോകും. അപ്പോഴാണ് ചൊല്ലിയ ദിക്ർ കാവലിന് വന്നത്. ആ ദിക്ർ കാരണം അയാൾ രക്ഷപ്പെട്ടു പോയി. മറ്റൊരാളെ കാണുന്നു, അദാബിന്റെ മലക്കുകൾ അയാളെ പിടികൂടുകയാണ്. നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി അദാബിന്റെ മലക്കുകൾ വന്ന് പിടികൂടുന്നു. ഫജാഅതുഹു സ്വലാത്തുഹു, നിസ്കാരം കാവലിന് വരുന്നു. നിസ്കാരം മലക്കുകളെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. മറ്റൊരാളെ എന്റെ ഉമ്മത്തിൽ നിന്ന് ഞാൻ കാണുന്നു, ദാഹം കൊണ്ട് അയാളെ നാവിങ്ങനെ താഴോട്ട് തൂങ്ങിപ്പോകുന്നുണ്ട്.
കുറെ ടാങ്കുകളുണ്ട്. ആ ടാങ്കിന്റെ അടുത്ത് പോയിട്ട് എവിടെ പോയിട്ടും വെള്ളം കിട്ടുന്നില്ല. വെള്ളം കിട്ടാതെ വിഷമിച്ചയാള് മുന്നോട്ട് വരുമ്പോ നോമ്പതായാളെ മുന്നിൽ വന്നു നിൽക്കുന്നു. നോമ്പയാൾക്ക് വെള്ളം നൽകുന്നു, ദാഹം മാറ്റി കൊടുക്കുന്നു. നോമ്പാണ് അയാളെ അമലിൽ നിന്ന് മുൻതൂക്കം നിന്ന അമല്. കേടുപാടൊന്നുമില്ലാതെ മുന്നോട്ട് നിന്ന അമലിനാണല്ലോ ആദ്യം പരിഗണന ലഭിക്കുന്നത്. അതിൽ വന്നത് നോമ്പാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പലരും കേൾക്കും സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളുണ്ട്. ഓരോ കവാടങ്ങളിലൂടെ സ്പെഷ്യൽ ആളുകളെ വിളിക്കപ്പെടും. അതേതാണ്? സ്വീകാര്യതയുടെ കണക്കനുസരിച്ചാണ്. എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന ആളുകളും ഉണ്ടാകും. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നബിയേ, സ്വർഗത്തിന്റെ എല്ലാ ഗേറ്റിലൂടെയും വിളിക്കപ്പെടുന്ന ആളുകളാരാ? അബൂബക്കർ തങ്ങളെ, അത് നിങ്ങളാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും നിങ്ങളെ പേര് വിളിക്കും. യഥേഷ്ടം ഇഷ്ടം പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലൂടെ കടന്നുയെല്ലാം അങ്ങനെ വിളിക്കപ്പെടുന്നവരുണ്ട്. അമലുകളുടെ സ്വീകാര്യതക്കനുസരിച്ച് അള്ളാഹു നൽകുന്ന കാവലാണ്. അപ്പൊ നിസ്കാരവും നോമ്പും കാവലിന് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ഉമ്മത്തിൽപ്പെട്ട മറ്റൊരു മനുഷ്യൻ, നബിമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, മഹ്ശറിലാണ്. ഓരോ സംഘമായി നബിമാരിയ്ക്കുന്നു. ഏത് സംഘത്തിന്റെ അടുത്തേക്ക് ഇയാൾ പോവുകയാണെങ്കിലും എല്ലാവരും ഇയാളെ എറിഞ്ഞാട്ടുന്നു, പൊയ്ക്കോളൂ എന്ന് പറയുന്നു. ആരും സ്വീകരിക്കാതിരിക്കുമ്പോ അയാളുടെ ഒരു അമല് മുന്നിൽ വരുന്നു. അതയാൾ ജനാബത്തിൽ നിന്ന് കുളിച്ച കുളിയാണ്. നന്നായി ശ്രദ്ധിച്ചു കുളിക്കേണ്ട കുളിയാണ് ജനാബത്ത് കുളി. കുളിയുടെ കാര്യങ്ങളൊക്കെ പാലിക്കണം. ജനാബത്തായി കഴിഞ്ഞാൽ സ്വഹാബത്തിന് വലിയ പേടിയായിരുന്നു. ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം നനയാതെയായി പോകുമോ എന്ന വിഷമുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ച് വസ്വാസാകാനും ഇടവരുത്തരുത്. എന്നാലും ശ്രദ്ധയോടെ അമലുകൾ ചെയ്യണം. ആ ജനാബത്ത് കുളിയാണ് അയാളെ കൈപിടിച്ച് അമ്പിയായിരിക്കുന്ന ഒരു ഭാഗത്തെ അയാൾക്ക് സീറ്റ് കൊടുക്കുന്നു. മറ്റൊരു മനുഷ്യനെ ഞാൻ കാണുന്നു, മുന്നിൽ ഇരുട്ടാണ്, പിറകിലും ഇരുട്ടാണ്, വലത്തെ ഭാഗത്തും ഇരുട്ടാണ്, ഇടത്തെ ഭാഗത്തും ഇരുട്ടാണ്, മുകളിലും ഇരുട്ടാണ്, തായ് ഭാഗത്തും ഇരുട്ടാണ്. എല്ലാ ഭാഗത്തും ഇരുട്ടായ ആള് ബേജാറാകാണ്. ആഖിറത്തിൽ പ്രകാശമുള്ള ഒരേ ഒരു വിഭാഗം മുഅ്മിനീങ്ങളാണ്. അല്ലാഹു നമുക്ക് നൂറ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങൾക്ക് മാത്രമേ അവിടെ നൂറുണ്ടാവുകയുള്ളൂ. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. വിശ്വാസികൾ നടക്കുമ്പോൾ അവരുടെ മുന്നിലും വലതുഭാഗത്തും വലിയ നൂറാണ്. അമലിന്റെ തോതനുസരിച്ചാണ് അവിടെ വെളിച്ചം. ഏറ്റവും ചെറിയ വെളിച്ചമുള്ള ആള് കാലിന്റെ തള്ളവരിൽ വെളിച്ചമുള്ള ആളാണ്. ആ വെളിച്ചം ചിലപ്പോൾ പ്രകാശിക്കും. ആ പ്രകാശത്തിൽ മുന്നോട്ട് നീങ്ങും, പിന്നെ അത് കെട്ടുപോകും. അപ്പയാൾ പരിഭ്രമിച്ചു നിൽക്കും. പിന്നെയും അത് കത്തും, അപ്പയാൾ മുന്നോട്ട് പോകും. ഇങ്ങനെ കത്തുകയും കെടുകയും ചെയ്യുന്നൊരു പ്രകാശം കാലിന്റെ തള്ളവരിൽ കിട്ടുന്ന ആളാണ് ഏറ്റവും ചെറിയ നൂറ് ലഭിച്ച ആള്. മുഅ്മിനീങ്ങൾക്ക് മൊത്തം നൂറാണ്. കാഫിരീങ്ങൾക്ക് അവിടെ നൂറില്ല. മുനാഫിഖുകൾക്ക് നൂറില്ല. വലിയ നൂറുമായിട്ട് മുഅ്മിനീങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോ കൂടെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച മുനാഫിഖുകളുണ്ട്. ഇതുപോലെയുള്ള സദസ്സിലൊക്കെ വന്നിരുന്ന മുനാഫിഖുകളുണ്ട്. സ്വഹാബത്തിന്റെ കൂടെ ജിഹാദിന് പോയി പിന്നാലെ നിന്ന മുനാഫിഖുകളുണ്ട്. ഗനീമത്ത് കിട്ടുമ്പോൾ മുന്നിൽ പോയി നിന്ന മുനാഫിഖുകളുണ്ട്. അവര് വിളിക്കും, മുഅ്മിനീങ്ങളെ വിളിക്കുമെന്ന് ഖുർആൻ പറയുന്നു. യുനാദൂനഹും അലം നകും മഅകും. ഓ മുഅ്മിനീങ്ങളെ, ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങളെയും പരിഗണിക്കണേ. ഞങ്ങൾ ഇരുട്ടിലാണ്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നൂറിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് തരുമോ? നിങ്ങൾ കുറച്ചു നേരം അവിടെ നിൽക്കണം. നഖ്തബിസ് മിൻ നൂരിക്കും. നിങ്ങളെ നൂറിൽ നിന്നൊരു ശകലം ഞങ്ങൾ എടുക്കാനാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങൾ മുനാഫിഖീങ്ങളോട് പറയുന്ന മറുപടി, ഇർജിഉ വറാഅകും ഫൽതമിസു നൂറാ. ഓ പിറകോട്ട് പോ, ഇഷ്ടമുള്ള എടുത്തു പോയി നൂറ് വാങ്ങിക്കോ. ഞങ്ങളുടെ നൂറ് അല്ലാഹു ഞങ്ങളെ ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് നൽകിയതാണ്. ഒരു ശകലം പോലും നിങ്ങൾക്ക് തരൂല. ഫളുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ്. മുഅ്മിനീങ്ങൾക്കും മുനാഫിഖുകൾക്കും ഇടയിൽ ഒരു മറ വീണു. കാതലായ ഈമാനില്ലാത്തവർ അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ.
അതല്ലേ നിങ്ങൾ അല്ലാഹു പഠിപ്പിച്ചത് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ ബിൽ ഖൗലി സാബിത് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. നല്ല ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹു നല്ല സ്ഥൈര്യം കൊടുക്കും. എവിടെ? ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലെ ജീവിതത്തിലും ആഖിറത്തിലെ ജീവിതത്തിലും. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്ന ജീവിതം ഇവിടെയുള്ള ജീവിതം, ഒരു തകരാറും ഒരു വിഷമം ഉണ്ടാകൂല. ഈമാനോടുകൂടെ മുന്നോട്ട് നീങ്ങുന്ന ആൾക്ക് ഒരു ഭീഷണിയും അയാളെ പുറകോട്ട് വലിക്കൂല, ഒരു പേടി കൊണ്ടും അയാൾ പിന്മാറൂല. പാരത്രിക ലോകത്ത് ഖബറിലുള്ള വിഷയത്തെ പറ്റിയും ഈ ആയത്ത് തെളിവാക്കിയിട്ടുണ്ട്. ഖബറിലും നല്ല സ്ഥിരതയായിരിക്കും, ഒരു നിലക്കും ഒരു വിഷമവും ഏൽക്കേണ്ടി വരൂല. ചോദ്യം ചോദിക്കാൻ ഓരോ ദിവസം ഓരോ തരം മലക്കുകൾ വന്നാലും മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം അല്ലേ വലിയ ചോദ്യക്കാര്. അവര് കഴിഞ്ഞാൽ പിന്നെയും ചോദ്യക്കാരുണ്ട് കേട്ടോ. ചോദ്യം ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് കരുതണ്ട. കടുത്ത ചോദ്യമുള്ളത് 7 ദിവസമാണ്. പിന്നെയും ചോദ്യമുണ്ട് 40 ദിവസം. പിന്നെയും ചോദ്യമുണ്ട് 1 കൊല്ലം. 40 കൊല്ലം വരെ ഒരേ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാതെ നിന്നവരുമുണ്ട്. 60 കൊല്ലം ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാതെ വിയർന്നവരുമുണ്ട്. ഖബറിന്റെ അദാബ് ചെറിയ അദാബല്ല, ഖബറിന്റെ അദാബ് വലിയ അദാബാണ്. അതിന്റെ വലുപ്പം മനസ്സിലാക്കാനാണ് അല്ലാഹു പറഞ്ഞത് കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മറ്റൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ആദ്യം പറഞ്ഞ കല്ലാ സൗഫ തഅലമൂൻ മരണത്തിന്റെ നേരത്താണ്. ശരിക്കൊരു തിരിച്ചറിവ് ലഭിക്കുന്ന നേരമാണത്. ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇങ്ങനെയല്ല മരിക്കേണ്ടത്, ഇനി രക്ഷയില്ല. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, മരിച്ച് പിന്നെയും കുറച്ച് കഴിഞ്ഞ് അതാ തിരിച്ചറിവ് ലഭിക്കുന്നുണ്ടത് ഖബറിലാണ്. ചോദ്യങ്ങൾ വരുമ്പോ, ഉത്തരങ്ങൾക്ക് തടസ്സങ്ങൾ വരുമ്പോ, ഫിത്നകൾ ഇങ്ങനെ നേരിട്ട് വരുമ്പോ, പരീക്ഷണങ്ങൾ നേരിട്ട് വരുമ്പോ മനുഷ്യനൊരു തിരിച്ചറിവുണ്ടാകും. തുരുതുരാ ചോദ്യങ്ങൾ വരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഒരു ചോദ്യത്തിൽ ഞാൻ വിയർത്തുപോയി. എന്റെ ഭരണകേന്ദ്രത്തിൽപ്പെട്ടൊരു കേന്ദ്രത്തിൽ ഒരു ചെറിയ പാലമുണ്ടാക്കി. ആ പാലത്തിന്റെ കൈവരി തകർന്ന് ഒരാട്ടിൻകുട്ടി താഴെ വീണിട്ടതിന്റെ കാലൊടിഞ്ഞു പോയി. എന്തുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചില്ല എന്നൊരു ചോദ്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്. നമ്മൾ ആലോചിച്ചാൽ ഇതൊന്നൊരു വല്ലാത്ത ചോദ്യമാണ്. ഏതോ നാട്ടിൽ, ഭരണകേന്ദ്രത്തിന്റെ പ്രദേശത്തൊരു നാട്ടിൽ സുബ്ഹാനല്ലാഹ്, ഭരണരംഗത്ത് ഖജനാവ് കാലിയാക്കുന്നവർ എത്ര മറുപടി പറയണം, അവകാശങ്ങൾ ധ്വംസിക്കുന്നവർ എത്ര മറുപടി പറയണം, അവകാശങ്ങൾ സ്വന്തം കീശയിലാക്കുന്നവർ എത്ര മറുപടി പറയണം. ഒരു പാലത്തിന്റെ കൈവരി തകർന്ന് ഒരാട്ടിൻകുട്ടിയുടെ കാലിന്റെ എല്ല് പൊട്ടിപ്പോയത് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നൊരു ഭരണാധികാരിയോട് ചോദ്യം. പിന്നീട് മഹാനവർകൾ പറയുന്നു, അല്ലാഹു എനിക്ക് എളുപ്പം തന്നത് എങ്ങനെയാണെന്നറിയോ? മദീനയിൽ ഉണ്ടായ ഒരു സംഭവത്തിന്റെ പേരിൽ അല്ലാഹു ഇതങ്ങ് അഡ്ജസ്റ്റ്മെന്റ് ആക്കി തന്നു. ഒരിക്കൽ മദീന പള്ളിയിൽ നിസ്കാരവും കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങുമ്പോ ഒരു സഹാബി പറക്കാൻ കഴിയാത്ത ചെറിയ കിളിക്കുട്ടികളെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എവിടുന്നാണ് ഈ കിളിക്കുട്ടികൾ? അതിന്റെ കൂടെ എവിടെയാന്ന് ചോദിച്ചു. ഇതിനെ വേട്ടയാടാനായിട്ടുള്ളത് ചെറിയ കുട്ടികളാണ്. ആ സഹാബിയുടെ കയ്യിൽ നിന്ന് ആ കിളിക്കുഞ്ഞുങ്ങളെ വാങ്ങി കൂട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിച്ച റഹ്മത്ത് കൊണ്ട് അല്ലാഹ് എനിക്ക് റഹ്മത്ത് ചെയ്തു, ഈ വിഷയം പരിഹരിച്ചു തന്നു. വല്ലാത്ത ചോദ്യം വരുന്ന നേരമല്ലേ, വല്ലാതെ ഇരുട്ടനുഭവിക്കുന്ന നേരമല്ലേ ഖബറിന്റെ ഉള്ളില്. അല്ലാഹു വെളിച്ചം തരട്ടെ. ഖബറിന്റെ ഉള്ളില് നാട്ടുകാരും ട്യൂബ് കത്തിച്ചു തരൂല. ഉമ്മമാരെ എത്ര സ്നേഹമുള്ള മകനാണെങ്കിലും ഖബറിന്റെ ഉള്ളിൽ ഒരു വെളിച്ചം ഉണ്ടാക്കി തരൂല. വെളിച്ചം വേണോ? കൂടെ എല്ലാവരും വന്നാലും ഒന്ന് വിട്ടുപിരിയാതെ കൂടെയുണ്ടല്ലോ. യത്ബഉൽ മയ്യിത സലാത്ത്,
ഏതാളും മരിച്ചു പോകുമ്പോ 3 എണ്ണം അയാളെ പിന്തുടരും, 2 എണ്ണം പിരിഞ്ഞു പോകും, 1 അവിടെ ശേഷിക്കും. ഏതാ 2 എണ്ണം? അഹ്ലുഹു വമാലുഹു, അയാളെ കുടുംബക്കാരും കൂട്ടുകാരും മടങ്ങിപ്പോരും, അയാളെ സമ്പത്തും മടങ്ങിപ്പോരും. വയബ്ഖാ അമലുഹു, ശേഷിക്കുന്നത് അമലുകളാണ്. അല്ലാഹു സ്വീകരിക്കുന്ന ഏതെങ്കിലും അമല് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. അവകാശങ്ങളായി പറയാനൊന്നുമില്ല മുഅ്മിനീങ്ങളെ. ഇഖ്ലാസും നിയ്യത്തും ശരിയാക്കിയിട്ടുണ്ടോ അമലുകളിൽ മുഴുവനും? ആർക്കുണ്ട് അവകാശപ്പെടാൻ? അല്ലാഹു സ്വീകരിക്കുന്ന തരത്തിലേ ഞാനെല്ലാം ചെയ്തിട്ടുള്ളൂ എന്ന് പറയാൻ നമ്മുടെ പക്കൽ ഒന്നുമില്ലല്ലോ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അമല് ചെയ്ത മഹാന്മാർ, അവർക്കും പേടി അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലോ? അതേ കറക്റ്റായി സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള അമ്പിയാക്കൾ പോലും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, അല്ലാഹുവോട് ദുആ ചെയ്തത് നീ സ്വീകരിക്കണേ എന്നല്ലേ. മിനയുടെ താഴ്വരയിൽ നിന്ന് തോളിൽ കല്ലേറ്റിയിട്ട് 1 രൂപ പോലും കൂലി കിട്ടാതെ തോളിൽ കല്ലേറ്റി ചുമന്നിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കഅബയുടെ തറ മുതൽ മുകൾ വരെ നിർമ്മാണം നടത്തി. ഓരോ വരി കല്ല് വെക്കുമ്പോഴും മുഴുവനും വെച്ച ശേഷം മാത്രമല്ല, ഓരോ വരി കല്ലിങ്ങനെ പടുക്കുമ്പോഴും ദ്വാരക്കും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബേ നീ സ്വീകരിക്കണം, നീയാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നവൻ, നീയാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടതാണോ എന്ന് അറിവുള്ളവൻ. അതല്ലേ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞത്. കഅബ മുഴുവനും നിർമ്മിച്ച ശേഷം നീണ്ട ദുആ നടത്തി. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു ആ ദുആകൾ നമ്മെ പഠിപ്പിച്ചു. സ്വീകരിക്കും എന്ന അർത്ഥത്തിൽ കൂടുതൽ ഉറപ്പുള്ള അമ്പിയാക്കളിൽ മഹാനല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവര് വരെ ഇങ്ങനെ ദുആ ചെയ്തെങ്കിൽ അമലുകളാണ് ഖബറിൽ ബാക്കി നിൽക്കുന്നത്. കൂരിട്ട് വരുന്നൊരു നേരമാണ് ഖബറിന്റെ ഉള്ളിൽ. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതേ അടിക്കബറിലേക്ക് വെച്ചിട്ട് മൂടുകല്ലുകൾ അങ്ങ് വെച്ചാൽ പിന്നെ വെളിച്ചം തരാനാരാ? ബാപ്പ പിരിഞ്ഞുപോയി, മക്കളും ദ്വാർന്ന് പിരിഞ്ഞുപോയി, കൂട്ടുകാരും പിടിമണ്ണ് വാരിയിട്ട് പിരിഞ്ഞുപോയി. അമലല്ലാതെ മറ്റൊന്നില്ലല്ലോ. എന്തവകാശപ്പെടാൻ? അതേ രൂപത്തിൽ തന്നെയാണ് പാരത്രിക ലോകത്തും ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നിന്നൊരു എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തിയത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫജാഅഹു ഹജ്ജുഹു വ ഉംറതുഹു, അയാളെ ഹജ്ജും ഉംറയും മുന്നോട്ട് വന്നു. ഇരുട്ടിൽ നിന്ന് അയാളെ കൈപിടിച്ചു കൊണ്ടുപോയി. വഅദ്ഖലാഹു നൂർ, ആ ഹജ്ജും ഉംറയും വെളിച്ചത്തിലേക്ക് അയാളെ ചേർത്തു. വെളിച്ചം തരാൻ മറ്റൊരാളും വരൂല. നല്ല അമലുകൾ ചെയ്യണം, ഇഖ്ലാസോടെ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.